കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണെങ്കിലും സാദൃശ്യം തോന്നിയാൽ അത് യാദൃച്ഛികം. ഇത് പ്രോബസ് നാടകക്കൂട്ടത്തിന്റെ 5ാമത് നാടകമാണ്. നിങ്ങളുടെ അനുഗ്രഹവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പാവപ്പെട്ടവരുടെ ആവാസമായ ആ കോളനിയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നാടകം മുതലക്കാട് കോളനി. കോളനി നിവാസികൾക്ക് ജീവൻ നൽകിയവർ സർവശ്രീ കരുണാകരൻ, ശ്രീകുമാർ, ശശിധരൻ, സോമരാജൻ, രാധാകൃഷ്ണൻ, ശ്രീമതിമാർ പുലോമജ, സുജാത, ജിജി, സാം, നദി, ലളിതാംബിക, സിന്ധു, ജയ, രാധാകൃഷ്ണൻ, ജ്യോതി, ശ്രീകുമാർ. സംഗീതവും റെക്കോർഡിംഗും ജയം പ്രസാദ്, ജയം റെക്കോർഡിംഗ് സ്റ്റുഡിയോ, പുറക്കാട്. നാടകരചനയും സംവിധാനം രവിപ്രസാദ് മായാലി. രാവിലെ കണ്ണി കണ്ടത് ഈ എണ്ണം കെട്ടവനെയാണല്ലോ. എന്റെ ദൈവമേ, എടാ നിന്നോടാ പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ. ചേട്ടാ ഇവ പോകത്തില്ലല്ലോ, ഞാൻ കണ്ണെടുത്തറിയുമേ. ആഹാ, എന്താ സുധ ചേച്ചി രാവിലെ ആരോടാ ചൂടാകുന്നത്? ഇവന്റെ ഒരു വീട് കക്കൂസില്ലേടി, വൃത്തികെട്ടവൻ. ഇല്ല, ചൗദരയുടെ ഭർത്താവാ. അത് സുകുമാരനല്ലേ, അവര് കട്ട. ചേച്ചിയെ, അയ്യോ വെള്ളം തീരെ ഇല്ലല്ലോ. ഓ, ഈ മുതലക്കാട് കോളനിയിലെ പൊതുക്കിണറല്ലേ, എങ്ങനെ പറ്റാതിരിക്കടി. ഊട്ടിക്കത്ത ചൂട്, മഴ പെയ്യാതെ എങ്ങനെ കിണറ്റി വെള്ളം വരാനാണ്? മെമ്പറോട് പറഞ്ഞ് തോറ്റു. പഞ്ചായത്തിൽ പറഞ്ഞ് കുടിവെള്ളം എത്തിക്കേണ്ടത് അയാളുടെ ചുമതലയല്ലേ. കള്ളനെ കഞ്ഞി വെച്ചവനാ മെമ്പർ പറഞ്ഞു. അയാളെ കൊണ്ട് വെള്ളം കുടിക്കാമെന്ന് കരുതും കെടി കുടിയമ്മേ. അയാളിപ്പം വെള്ളം കുടിച്ചോണ്ട് നടക്കുക. ആഹാ, അയാൾ വെള്ളം കുടി തുടങ്ങിയോ? ഇച്ചരി അറിഞ്ഞില്ലയോ? കല്യാണ മണ്ഡപത്തിൽ ഒട്ടിച്ചു വെച്ച കൊമളയില്ലേ, സ്വർണമാണെന്ന് കരുതി അടിച്ചോണ്ട് പോയി വിൽക്കാൻ കൊണ്ടുപോയപ്പോഴല്ലയോ വിവരം അറിയുന്നത്. സംഗതി പിട്ടറയാ. കേസുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഈ കോളനിയിലുള്ളവരെല്ലാം ദരിദ്രവാസികളാ. അപ്പൊ താനും ദരിദ്രവാസിയാ? എന്നെ കൂടെ ചേർത്താ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഈ പണിക്കിറങ്ങി. ഒരൊറ്റ പ്ലാസ്റ്റിക്കിന്റെ കഷ്ണം ഈ കോളനിയിൽ എടുക്കാൻ. എന്താ വീട്ടിൽ പഴയ ഇരുമ്പ് പ്ലാസ്റ്റിക് ഇരിക്കുന്നുണ്ടോ? ഈ രാത്രി അവരാൻ വന്നിരിക്കും. അതിനല്ല, തന്നെ ഒന്ന് കസ്റ്റഡിയിൽ എടുക്കാൻ ഇരിക്കുമായിരുന്നു. എന്റെ മോന്റെ സൈക്കിള് ഞാൻ അടിച്ചോണ്ട് പോയി. എന്റെ കർത്താവേ, ഞാൻ അടിച്ചോണ്ട് പോയതല്ല, അത് തുരുമ്പ് വീണ സൈക്കിളാ. എടാ അയ്യൂടെ അരിക്കാട്ടോടാ ഞാൻ വരുന്നു. ഇയാളെ സൂക്ഷിക്കണം ചേച്ചി, ഈ തൊട്ടി അയാൾ നോട്ടം ഇട്ടിട്ടുണ്ട്, അതും അടിച്ചു മാറ്റും. അയ്യോ ഇച്ചയെ, കുടിയമ്മാമേ, വെള്ളം തീരെ ഇല്ലല്ലോ. രാവിലെ നമ്മൾ ഈ കോളനിക്കാർ ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? ജപ്പാന്റെ കുടിവെള്ള പദ്ധതി നമുക്കും വേണ്ടേ? ഇങ്ങനെ വെള്ളമില്ലാതെ എങ്ങനെ കഴിയും? ഈ അപേക്ഷ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കാനാ. അതിനാണോ ഞങ്ങളെ കൊണ്ട് ഒപ്പിടിച്ചത്? അതെ. എന്തായാലും നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഗോപാലൻ ചേട്ടൻ ഇടപെടുന്നുണ്ട്. ഈ കോളനി ജനിച്ചു വളർന്നവനല്ലേ ഞാൻ, കൊടുത്തിട്ട് വരട്ടണമല്ലേ. വയ്യാതെ എങ്ങനെ നടന്നു പോകും? ആ സഹീസാറല്ലേ ട്രഷറി ഓഫീസർ, അദ്ദേഹം എന്നെ വണ്ടിയെ കൊണ്ടുപോകാൻ. ഇല്ല, പോകുന്നത് ആക്കറി ആവാനല്ലേ. തൊട്ടി കെട്ടിയിരുന്ന പ്ലാസ്റ്റിക്കുകാരെ അഴിച്ചെടുത്തവനാ. നിങ്ങൾ സൂക്ഷിച്ചോണ്ടേ. വരട്ടെ മക്കളെ. ഉള്ള വെള്ളം കൊണ്ട് രാവിലത്തെ ഉണ്ടാക്കണം. ആരാ വരുന്നത് നോക്കിക്കേ. ഇതെങ്ങനെയുണ്ടെടി? അടിപൊളി. അയ്യോ, ഈ ചുരിദാറൊക്കെ ചേച്ചിക്ക് 10 വയസ്സ് കുറഞ്ഞതുപോലെ. വെറുതെ അല്ല എല്ലാരും പറയുന്നത്. എന്താ പറയുന്നു? എനിക്ക് സിനിമ നടി മഞ്ജു വാര്യരുടെ ചായ ഉണ്ടല്ലോ. അതെന്ത് ചായയാണ്? ചായ പഠിച്ചായോ? രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയതാണോ? പിന്നെ ഇന്ന് ഫീൽഡ് തുറക്കാം. എവിടാ? കൊട്ടാരക്കരയില.
ഒരു ഗൾഫുകാരൻ പയ്യൻ വന്നിട്ടുണ്ട്. ഈ വരവിൽ ഉറപ്പിച്ചിട്ട് അടുത്ത വരവിൽ നടത്താനാ കല്യാണം. ചെറുക്കനെ വിട്ടുകൂടാനുള്ള സ്വത്തുണ്ട്. കൈപ്പട്ടൂക്കാരി ഒരു പെണ്ണ് ഒര നിറഞ്ഞ് നിൽക്കുക, സുന്ദരിയ. ഒപ്പിച്ചെടുത്താൽ നല്ല കമ്മീഷൻ കിട്ടും. ഒപ്പിക്കുമോ? ഈ വിവാഹ കാര്യാലയം വിശാലാക്ഷിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പിന്നെ ഞങ്ങൾക്കറിയില്ലേ? ഈ കോളനിയിലാണ് കഴിയുന്നതെങ്കിലും അതിന്റെ യാതൊരു അഹങ്കാരവും വിശാലാക്ഷിക്കില്ല. ഓ, ഉമ്മ തരാൻ തോന്നുക. വെള്ളം തീർന്നല്ലേ? എന്തോ ചെയ്യും? വീട്ടാവശ്യത്തിന് തന്നെ വെള്ളമില്ല. വെള്ളമില്ലാതെ എങ്ങനെയാ കുളിച്ചത്? നീ പറയണ്ട, കുളി മുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ആഫ്രിക്കയിൽ ജോലിയുള്ള ഒരു പയ്യനെ പെണ്ണൊപ്പിച്ചു കൊടുത്തപ്പം ആ സന്തോഷത്തിന് എനിക്ക് 1 ഡസൻ പെർഫ്യൂമാ തന്നത്. പിന്നെന്തിനാ കുളിക്കുന്നേ? പോട്ടെ. നോക്കേ, മെമ്പർ പരമം വരുന്നു. മുങ്ങി നടക്കുമായിരുന്നു. അയാളെ വിടല്ലേ, കയ്യോടെ പിടിച്ചോണം. വെള്ളത്തിനൊരു പരിഹാരം ഉണ്ടാക്കാതെ അയാളെ വിടരുത്. പ്രതിഷേധിക്കണം. നിങ്ങൾ കൂടെ നിൽക്കാവോ? ഇലക്ഷൻ എന്നെ തോപ്പിച്ച അയാൾ മെമ്പറായത്. വിളിക്കേനി മുദ്രാവാക്യം. ജലമെവിടെ, ജലമെവിടെ, പറയൂ പറയൂ മെമ്പറേ. ജലമെവിടെ, ജലമെവിടെ, പറയൂ പറയൂ മെമ്പറേ. കുടിവെള്ളത്തിന് മാർഗം കണ്ടേ ഈ വഴി മെമ്പർ പോകുള്ളൂ. കുടിവെള്ളത്തിന് മാർഗം കണ്ടേ ഈ വഴി മെമ്പർ പോകുള്ളൂ. ജലമെവിടെ, ജലമെവിടെ, പറയൂ പറയൂ മെമ്പറേ. ജലമെവിടെ, ജലമെവിടെ, പറയൂ പറയൂ മെമ്പറേ. കുടിവെള്ളത്തിന് മാർഗം കണ്ടേ ഈ വഴി മെമ്പർ പോകുള്ളൂ. കുടിവെള്ളത്തിന് മാർഗം കണ്ടേ ഈ വഴി മെമ്പർ പോകുള്ളൂ. പറ, ഞങ്ങളുടെ പരാതിക്ക് പരിഹാരം കാണാൻ ഈ കോളനി വിട്ട് നിങ്ങൾ പോകില്ല. പോകില്ല. ശരിയാ. പരിഹാരം കണ്ടിട്ട് മെമ്പർ പോയാൽ മതി. നാട്ടുകാരിട്ട് ഓടിച്ചപ്പോൾ എന്റെ വീട്ടിലേക്കാണ് നിങ്ങൾ വന്നത്. അതുകൊണ്ട് നിങ്ങളെ രക്ഷപ്പെട്ടു. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് അടങ്ങും, പരിഹാരം ഉണ്ടാക്കാം. ഞങ്ങളുടെ ചോദ്യം അതല്ല. ഞങ്ങൾ ഈ ദുരിതത്തിൽ കഴിയുമ്പോൾ ഞങ്ങളുടെ വോട്ട് വാങ്ങി മെമ്പറായ പരമ താൻ എവിടെയായിരുന്നു? പറയാം, നിങ്ങൾ ക്ഷമയോടെ കേൾക്കണം. നമ്മുടെ ജലക്ഷാമം പരിഹരിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്നതിന് സർക്കാർ ഊട്ടിയിൽ സംഘടിപ്പിച്ച ജലഗവേഷണ ക്യാമ്പിൽ പഠനം നടത്തുകയായിരുന്നു. എന്നിട്ട് പഠിച്ചോ? പഠിച്ചു. പഠിച്ചില്ലേ ഞങ്ങളെ പഠിപ്പിക്കും. ശാസ്ത്രീയമായി അപഗ്രഥിക്കുമ്പോൾ ഈ കിണറിന്റെ സ്ഥാനം ശരിയല്ല. അതുകൊണ്ടാണ് ഇത് വറ്റി വരണ്ടു പോകുന്നത്. അതുകൊണ്ട് നമുക്കിത് മൂടിയിട്ട് പുതിയ നിർമ്മാണം ഉണ്ടാക്കാം. നടക്കുന്ന കാര്യമാണോ മെമ്പറെ? വഴിയുണ്ട്. വഴിയാണോ? കിണർ ഉണ്ടാക്കാനുള്ള വഴി. കിണറുണ്ടാക്കി വരുമ്പോഴേക്കും ഈ കോളനിയിൽ ആരും അവശേഷിക്കില്ല. വെള്ളവും ആഹാരവും ഇല്ലാതെ ഞങ്ങളൊക്കെ ചത്തുപോകത്തേ ഉള്ളൂ. വഴിയുണ്ട്. ഈ പരമൻ വാർഡ് മെമ്പർ ആണെങ്കിൽ നിങ്ങളുടെ ആഹാരക്കാര്യം ഞാൻ പരിഹരിച്ചിരിക്കും. ഒരാഴ്ചത്തേക്ക് നിങ്ങൾ വീട്ടിൽ ഒന്നും ഉണ്ടാകണ്ട. വഴക്കുണ്ടാക്കാമോ? ആരും ചെയ്യണ്ട. പരമൻ പറഞ്ഞതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ ഊണ്. പാത്രം കൊണ്ടുവന്ന രാത്രിയിലേക്കുള്ള അത്താഴവും തന്നേക്കാം. ഒരു ഊണിന് അത്താഴം ഫ്രീ 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 ഫ്രീ. പൈസ തരണ്ട. എല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മെമ്പർ ഇതെങ്ങനെ സാധിച്ചു? പറയാം. മേലേടത്ത് ദേവീ ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞം നാളെ തുടങ്ങുകയാണ്. എല്ലാരും പോയി കഴിച്ചോണം. അപ്പൊ പുതിയ കിണറ്, പുതിയ വെള്ളം. ഞാനിത് പഞ്ചായത്തിലൊന്ന് പോയി പറഞ്ഞേച്ചു വരാം. നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് അനങ്ങി നിന്നാ മതി. ആ മെമ്പർ പരമനെ വിശ്വസിക്കല്ലേ. പറഞ്ഞതൊന്നും നടപ്പാക്കില്ല. വെറുതെ അല്ല വേണുപിള്ള ഇട്ടേച്ചു പോയത്. നീ ഒപ്പിച്ചു കൊടുത്ത കല്യാണം അല്ലായിരുന്നു? അയ്യോ, പന്തളത്തിനോട് വണ്ടി വരുന്നു. വെറുതെ ഞാൻ പോട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനേ കാശ് മുടക്കി കണക്ഷൻ എടുത്ത വെള്ളം അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതല്ല. വെള്ളത്തിനായി ഈ കോളനിയിൽ നിന്ന് ഒരുത്തനും
എന്റെ വീട്ടിലോട്ട് വന്നേക്കരുത്. കുടിവെള്ളത്തിന് വിലക്കുന്നത് ഒരു സത്യക്രിസ്ത്യാനിക്ക് യോജിച്ചതല്ല കേട്ടോ. എന്റെ മക്കള് അമേരിക്കയിൽ നിന്ന് അയച്ചു തരുന്ന കാശ എനിക്കും എന്റെ ത്രേസ്യാമ്മയ്ക്കും ജീവിക്കാനുള്ളതാ. അവങ്ങളാണേ ജീവിച്ചു പോട്ടെ. നീ ആ മുച്ചുകുട്ടി കളിക്കാരൻ രാധാകൃഷ്ണന്റെ കെട്ടിയോളല്ലേ? മനുഷ്യനെ പറ്റി ജീവിക്കുന്നവനാവൻ. എന്റെ ഭർത്താവിനെ പറഞ്ഞാലുണ്ടല്ലോ. എന്റെ ഒരു കാര്യം പറഞ്ഞേക്കാം, വെള്ളത്തിനായിട്ട് എന്റെ പുരയിടത്തിലേക്ക് ഒരെണ്ണം കയറി പോകരുത്. ഞാൻ മതിൽ കെട്ടാൻ പോവാ. ആ മറിയാമ്മ, നിന്നോടല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. നീ വന്നേ. നിന്റെ ആവശ്യത്തിന് വെള്ളം എടുത്തോ. അത് പിന്നെ എനിക്കറിയില്ലേ. അന്തോണിച്ചാൻ എന്നെ വിലക്കില്ലെന്നാ. നീ വന്നോ? ത്രേസ്യാമ്മയില്ലാത്ത സമയം നോക്കിയേ വരാവേ. ആ സമയം നോക്കി ഞങ്ങൾ വന്നേക്കാം. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ഭർത്താവും. ഇല്ല, നിനക്ക് തരാൻ എന്റെ വീട്ടിൽ വെള്ളമില്ല. ഇയാള് വെള്ളം ഇറങ്ങാതെ ചാവത്തുള്ളൂ. വരുന്നടി. എന്റെ അങ്ങനെ ഇങ്ങോട്ട് വന്നോ? ആണ്ട് അങ്ങോട്ട് പോയി. അയാൾ എന്നെ കണ്ടിട്ട് പേടിച്ച് നടക്കുവോ? ഇനി വരട്ടെ. അയാളെ അല്ല വേണ്ട, മുട്ടുകാരല്ല. എന്താ ത്രേസ്യടുത്തി? രാവിലെ ഞാൻ തൊഴുത്ത് വൃത്തിയാക്കാൻ ഇറങ്ങിയതാടി. അത് കഴിഞ്ഞ് ഞാൻ അടുക്കള ചെല്ലുമ്പോ അയാൾ അടുക്കള നിൽക്കുന്നു. അതിനെന്താ ത്രേസ്യടുത്തി? അയാൾ തന്നെയാണ് സഹിക്കുക. വെള്ളയിടത്ത് ശിവരാമന്റെ മോള് സാവിത്രിയുമായിട്ട് ഒന്നും ഞാൻ പറയില്ല. എന്നെ കണ്ടത് രണ്ടും കൂടെ ഒക്കെ ഓടിയടി. അയാളിനി വരട്ടെ. എല്ലാരും മാറി. അല്ല അല്ല, എല്ലാരും വിളി. ഇവിടെ ആഗ്രഹി എല്ലാരും ഒന്ന് വിളിച്ചു കൂട്ടിക്കേ. എല്ലാരും ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. സന്തോഷ വാർത്തയാണ്. പഞ്ചായത്തിൽ നിന്നും പുതിയ കിണറിന് അനുവാദം തന്നിരിക്കുന്നു. കിണർ ഒഴിക്കുമ്പോഴത്തേക്കും ജനങ്ങൾ വെള്ളം കിട്ടാതെ ചത്തു പോകത്തില്ല മെമ്പറെ. അങ്ങനെ ചാകാതിരിക്കാൻ ഈ മെമ്പർ പരമൻ ഒരു ഉപകാരം ചെയ്യുന്നു. അയ്യോ, പരമ മെമ്പർ ആദ്യമായിട്ടൊരു ഉപകാരം ചെയ്യാൻ പോകുന്നു. എല്ലാവരും കൈയ്യടി ചെയ്യും. പുതിയ കിണറിനായി വെള്ളമുള്ള സ്ഥലം ഗണിച്ച് കണ്ടെത്തുന്ന ഒരു സിദ്ധൻ അങ്ങ് വടക്ക് പാലക്കാട്ടുണ്ട്. വെള്ളം കിട്ടുന്ന സ്ഥലം ഞാൻ കണ്ടെത്താം. എങ്ങനെ സാധിക്കും രാത്രി? വിവരയ്ക്ക് പോകാൻ എന്നാ പ്രയാസമാണ്. ബഹളം വെക്കാതെ മെമ്പർ പറയുന്നത് കേൾ. ഏത് പ്രദേശത്തും വെള്ളമുള്ള സ്ഥലം കണ്ടെത്തി കിണറുകൾ കുഴിപ്പിച്ച കർമ്മയോഗി. പേര് എല്ലാടവരും. സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ പോയി യാഗം നടത്തി കിണർ കുഴിപ്പിച്ചതിന് സൗദി അറേബ്യയിലെ ഷേക്ക് പുട്ടും കടലിൽ അല്ല പട്ടും വളയും കൊടുത്ത ദിവ്യനാണ് എല്ലാടവരും. അയാളെ എങ്ങനെ കിട്ടും? എനിക്ക് അദ്ദേഹവുമായി നേരിട്ട് പരിചയമുണ്ട്. 4 മാസം സ്വാമിജിയുടെ പരികർമ്മിയായി ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്നാ കളിപ്പീരായിരിക്കും. കളിപ്പിച്ചതല്ല, 4 മാസം ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ശരിയാ, 4 മാസം മെമ്പറെ കാണാനില്ലായിരുന്നു. കക്കൂസിന് അനുവദിച്ച കാശും കൊണ്ട് മുങ്ങിയതല്ല. ഞാനോ? സുധർമ്മയെ കഴിഞ്ഞത് ഓർമ്മിപ്പിച്ച് എന്നെ കരയിക്കരുത്. ലതാടപുരുവിനെ വരുത്തണ്ടേ? ചില സ്വാമിമാരെ ശക്തിയുള്ളവരാ. ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ചില സിദ്ധന്മാരുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. ചിറക് കഴിഞ്ഞാൽ കോഴി എങ്ങനെ പറക്കും? ചിറകില്ലാത്ത എത്രയോ കോഴികളോടെ പറന്നു നടക്കുന്നു. ആട്ടെ, സ്വാമിജിയെ വരുത്തുന്നത് വലിയ ചെലവുള്ള കാര്യമല്ലേ? പിരിക്കാൻ മതി. രസീത് പെറ്റികൾ ഏത് തരം വേണമെങ്കിലും എന്റെ കയ്യിലുണ്ട്. വാ, നമുക്ക് പിരിക്കാം. ലലാട ഗുരു തന്നെ ശരണം. ലലാട ഗുരു ശരണം, സ്വാമി ലലാട ഗുരു ശരണം. ഗോളനി ഭഗവാൻ ലലാട ഗുരു ശരണം, സ്വാമി ലലാട ഗുരു ശരണം. ലലാട ഗുരു ശരണം, സ്വാമി ലലാട ഗുരു ശരണം. ഗോളനി ഭഗവാൻ ലലാട ഗുരു ശരണം, സ്വാമി ലലാട ഗുരു ശരണം. ഹായ്, ഒരുക്കങ്ങളൊക്കെ കൊള്ളാമല്ലോ. പിരിവ് എങ്ങനെ ഉണ്ടായിരുന്നു? പോരാ. ഇതെന്താ നെറ്റിയിൽ ഒട്ടിച്ചിരിക്കുന്നത്? ഇതാണ് QR കോഡ്. ആർക്കും ഗൂഗിൾ പേ ചെയ്യാം.
ഒരു സംശയം മെമ്പറെ, സ്വാമിജി വിവാഹിതരാണോ? എന്താ? ആലോചിക്കാനാണോ? മുതുകുളത്ത് ഒരു സന്യാസിനിക്ക് വേണ്ടി ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. നേരെ വരുന്ന പിശുക്കൻ അന്തോണി. അയാൾ എന്തിനാ ഇങ്ങോട്ട് വരുന്ന ആ വെള്ളം മുടക്കി അന്തോണി? ഓ, കോളനിക്കാരനാരും കൂടി പുതിയ കിണർ കുത്തുക. വെള്ളം കിട്ടിയാൽ കൊള്ളാം. ഈ പ്രദേശത്തൊന്നും വെള്ളം ഉണ്ടാകും. എന്നെ പോലെ കാശ് മുടക്കി വാട്ടർ കണക്ഷൻ എടുത്ത് നോക്ക്. ഞങ്ങളൊരു നല്ല കാര്യത്തിന് പോവുക. അന്തോണി കാര്യത്തിൽ ഇടപെടല്ലേ? ഞാൻ ഒന്നിനും വരുന്നില്ലേ. നീയൊക്കെ ഒന്ന് വെള്ളം കുടിക്കുന്നൊന്ന് കാണണം. കണ്ടിട്ട് തന്നെ കാര്യം. തന്റെ വെള്ളം കൂടി കുട്ടിക്കുന്ന കാര്യം ഞാനില്ല. ഒരു വണ്ടി വരുന്നുണ്ട്, സ്വാമിജിയാണെന്ന് തോന്നി. അതെ, കാറിന്റെ മുമ്പിൽ ഒരു തലയോട്ടിയുടെ പടമുണ്ട്. ഗുരു തന്നെ. സ്വാമി ലലാട ഗുരു നീണാൾ വീഴട്ടെ. വെടി നീണാൾ വാഴട്ടെ എന്ന് പറ. നീണാൾ വാഴ വെട്ടട്ടെ. വെടി വീഴട്ടെ അല്ല വാഴട്ടെ. ഒക്കെ തെറ്റി. സ്വാമി ലലാട ഗുരു ഈ ആസനത്തിൽ ദിവംഗതനായാലും ക്ഷമിക്കണം, ദിവംഗതനല്ല, ആസനസ്ഥനായാലും. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. സ്വാമിജിക്ക് ശീതാപാനീയങ്ങൾ കുടിവെള്ളം കൊടുക്കുന്നവർ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി ആ കാണുന്ന എന്റെ കാലിച്ചാക്കിൽ നിക്ഷേപിക്കേണ്ടതാണ്. ബിയർ കുപ്പിക്ക് 2 രൂപ നൽകുന്നതായിരിക്കും. പ്രകാരം ഒരുക്കുകളെല്ലാം എത്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. തെറ്റിപ്പൂവ ഉണ്ട്. ചെമ്പരത്തിപ്പൂവ ചെവി വെക്കാനാണോ? അല്ലടാ വിട്ടി, പൂജയ്ക്കുള്ളത് ഉണ്ട്. പാല് പഞ്ചാര പാലുണ്ട്, പഞ്ചാരകളുമുണ്ട്. അതിനിടയിലൊരു സാധനമുണ്ടല്ലോ. എന്താ? പഴം, കുപ്പി, ജവാനുണ്ട്. ദക്ഷിണേന്ത്യ പിടി കിട്ടിയില്ല. എവിടെയാ ദക്ഷിണ? ഓ, ദക്ഷിണേന്ത്യ അത് തരാൻ വരും. എന്തോ അനുഗ്രഹം നിന്നിലേക്ക് നാം പകരുന്നു. വരുണ ഭഗവാൻ നിന്നിൽ കടാക്ഷിച്ചിരിക്കുന്നു. വെള്ളമുള്ള ഭാഗത്ത് അമർത്തി കുത്തു.
ദക്ഷിണയും സമ്മാനവും നൽകുന്നതാണ്. പണ്ട് ഋഷ്യശൃംഗൻ വൈശാലിയിൽ മഴ പെയ്ച്ചതുപോലെ ഇവിടെ സ്വാമിജി വെള്ളം വീഴ്ത്തിയിരിക്കുകയാണ്. ആരാണ് എന്റെ വെള്ളം കൂടെ കുടിച്ചത്? എന്താ? എന്റെ വീട്ടിലേക്ക് വലിച്ച പൈപ്പിലെ ആരാണ് പൊട്ടിച്ചത്? തന്നെ ഞാൻ വിടില്ല. താനാണ് ആ സിദ്ധൻ എല്ലാവരുടെ ഗുരു അല്ലേ? അയ്യോ, ഞാൻ സിദ്ധനല്ല, നാടകക്കാരന. ആ പരമെന്ന് എന്നെ കൊണ്ട് പണി ജയിച്ചത് കിട്ടുന്നത് പാതി തരാമെന്ന് പറഞ്ഞു ഉള്ളത് പോയി. അയ്യോ, ഇതിന്റെ ബാധി നീ ആ മെമ്പർ കൊണ്ട് കൊടുക്ക. I see you